കൂരിരുൾ കറപൂണ്ട തലയോടിടം എന്നെ രക്തത്താൽ വാങ്ങിയ അൻപിന്നിടം ക്രൂശിലേക്കെന്നെ നയിച്ചാലും അത് ക്രൂശിതൻ സ്നേഹം ചൊരിഞ്ഞ ഇടം ക്രൂരതയിൻ പർവ്വം ഉയർന്ന ഇടം അത് കൂരിരുൾ കറപൂണ്ട തലയോടിടം എന്നെ രക്തത്താൽ വാങ്ങിയ അൻപിന്നിടം എന്നാത്മനൊമ്പരം തീർന്ന ഇടം അത് എൻ പാപപാശങ്ങൾ അഴിഞ്ഞ ഇടം എൻ ഭാവി സർവവും നീത ഇടം അത് എൻ തോഴനേശുവിൽ ചേർന്ന ഇടം ആ തൻ ജീവനിൽ പകർന്ന ഇടം എന്നാത്മനൊമ്പരം തീർന്ന ഇടം അത് എൻ പാപപാശങ്ങൾ അഴിഞ്ഞ ഇടം എൻ ഭാവി സർവവും നീത ഇടം അത് എൻ തോഴനേശുവിൽ ചേർന്ന ഇടം ആ തൻ ജീവനിൽ പകർന്ന ഇടം. ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. നവമിയും ഭർത്താവ് എലീമേലക്കും മഹ്ലോനും കില്യോനും ബേത്ലഹേമിൽ നിന്ന് മോവാബിലേക്ക് പോയി. അപ്പത്തിൻ്റെ വീട്ടിൽ നിന്ന് കലഹദേശത്തേക്ക് പോയി. അവിടെ ചെന്ന് ആ ദേശത്ത് നിന്ന് 2 പെൺകുട്ടികളെ ഈ ആൺമക്കൾ വിവാഹം കഴിച്ചു. നല്ല സൽസ്വഭാവികളായ കുട്ടികളാണ്, നല്ല പെൺകുഞ്ഞുങ്ങൾ, നല്ലത്. അതും ഒരു ഭാഗ്യമാണേ. നമ്മുടെ വീട്ടിലേക്ക് കല്യാണം കഴിച്ചുകൊണ്ട് വരുന്ന പെൺകുട്ടി സ്വഭാവശുദ്ധിയുള്ള അല്ലെങ്കിൽ വീട് മുഴുവൻ കലങ്ങുമില്ലേ? നമ്മുടെ വീട്ടിലേക്ക് വിവാഹം കഴിച്ച് വരുന്ന പെൺകുട്ടി അവളുടെ എപ്പോഴും ദേഷ്യക്കാരിയും ഭർത്താവിനെ അനുസരിക്കാത്തവളും കീഴടങ്ങാത്തവളും ആണെങ്കിൽ എന്തൊരു ശല്യമായിരിക്കും, എന്തൊരു വേദനയായിരിക്കും. പിന്നെ കുടുംബത്തിന് അന്തരീക്ഷം പോവില്ലേ? ഇവിടെ ഈ വാക്കുകളെ കേട്ടുകൊണ്ടിരിക്കുന്ന പെൺകുട്ടിയുടെ അമ്മമാർ ഒന്ന് ചിന്തിച്ചുകൊള്ളണം. മക്കളെ, ആ പെൺമക്കളെ നിങ്ങൾ നേർപ്പാതയിൽ നടത്തിക്കൊള്ളണം. പറഞ്ഞു കൊടുക്കണം, മധുരമായി പറഞ്ഞു കൊടുക്കണം. മോളെ, സ്വഭാവം നന്നായിരിക്കണം. നീ ഇപ്പോൾ തൽക്കാലം ഇവിടെ താമസിക്കുന്നെങ്കിൽ ഇവിടെ ഈ വീട്ടിൽ ജനിച്ചവളാണെങ്കിലും മോളെ, നീ ഒരു വീട്ടിൽ കയറി ചെല്ലേണ്ടതാണ്. ആ വീടിൻ്റെ ഐശ്വര്യമായി നീ തീരണം. നീ നിൻ്റെ ഭർത്താവിന് കീഴടങ്ങിയിരിക്കണം, ഭർത്താവിനെ സ്നേഹിക്കണം, ഭർത്താവിനെ അനുസരിക്കണം. മോളെ, നീ അമ്മായിക്ക് അല്പം പോലും വേദന വരുത്തരുത്. ഭർത്താവിൻ്റെ വീട്ടിൽ ആർക്കും ഒരു പ്രയാസം തോന്നത്തക്ക വിധത്തിൽ നീ ജീവിക്കരുത്. പറഞ്ഞു കൊടുക്കണം. അമ്മ പറഞ്ഞു കൊടുക്കണം, അപ്പൻ പറഞ്ഞു കൊടുക്കണം, ആങ്ങളമാരുണ്ടെങ്കിൽ ആങ്ങളമാർ പറഞ്ഞു കൊടുക്കണം. ഇതെല്ലാം ആ പെൺകുട്ടിയെ അങ്ങനെ ഒരുക്കണം, കല്യാണത്തിന് വേണ്ടി ഒരുക്കണം. പെൺകുട്ടികൾ ആ ജനിച്ച വീട്ടിലല്ലോ താമസിക്കുന്നത്, അവർ വേറെ ഒരാൾ വിവാഹം കഴിച്ച് പോകുമല്ലേ. എന്നാൽ ഈ 2 പെൺകുട്ടികളുണ്ടല്ലോ, അവരുടെ പേര് ഒരാൾക്ക് ഓർപ്പ എന്നും മറ്റേയാൾക്ക് രൂത്ത് എന്നാണ് പേര്. ഓർപ്പ, രൂത്ത്, 2 പേര്. ഇവർ 2 നല്ല സ്വഭാവമുള്ള പെൺകുട്ടികളായിരുന്നു. ഇപ്പോൾ എൻ്റെ വിചാരം, എനിക്കറിയാം, കൃത്യമായിട്ട് പറയാൻ പറ്റില്ല, ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ ചിലരുടെ ഉള്ളിൽ നീറുന്നുണ്ടായിരിക്കും. എൻ്റെ ഭാര്യ എന്നും കലഹക്കാരിയാണല്ലോ, എപ്പോഴും തറുതല പറയുന്നതാണല്ലോ, എൻ്റെ അമ്മയോട് എന്നും ധിക്കാരം പറയുന്നതാണല്ലോ, എൻ്റെ അമ്മ പലപ്പോഴും മാറിയിരുന്ന് ഏങ്ങളടിക്കുന്ന ഞാൻ കാണാറുണ്ട്. കഷ്ടം, എൻ്റെ ഭാര്യ എപ്പോഴും വഴക്കാളിയാണല്ലോ, ഞാൻ പറഞ്ഞാലൊരു വിലയില്ല അവൾക്ക്. അങ്ങനെ ചിന്തിക്കുന്ന ചിലരെങ്കിലും ഇവിടെ ഉണ്ടായിരിക്കില്ലേ? എനിക്കറിഞ്ഞുകൂടാ, കർത്താവ് അങ്ങനെ എനിക്ക് പറഞ്ഞു തന്നിട്ടില്ല. ഞാൻ ഊഹിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ സ്വഭാവം നന്നാകട്ടെ. നിങ്ങളുടെ അമ്മായിയമ്മ നിങ്ങൾ സന്തോഷിക്കട്ടെ. അമ്മായിയമ്മയ്ക്ക് എന്തെങ്കിലും കോപമോ അരിശമോ ഉണ്ടെങ്കിൽ പോലും മക്കളെ നിങ്ങളങ്ങ് താഴ്ന്നു കൊടുക്ക്, വിനയപ്പെട്ട് കൊടുക്ക്, നിങ്ങൾ എളിമപ്പെട്ട് കൊടുക്ക്. നിനക്ക് അനുഗ്രഹം കിട്ടും. ഇല്ലെങ്കിൽ അനുഗ്രഹം കിട്ടില്ല കുഞ്ഞേ. പറഞ്ഞു തരാം. നീ അമ്മായിയമ്മയ്ക്ക് വിനയപ്പെട്ടില്ലെങ്കിൽ നിനക്ക് അനുഗ്രഹം കിട്ടില്ല. അമ്മായിയമ്മയുടെ മുമ്പിൽ നീ വിനയപ്പെട്ട് കൊടുക്ക്, സ്നേഹത്തോടെ പെരുമാറ്. ഒരു സംഭവം ഓർക്കുന്നു. ഒരു പെൺകുട്ടി, അവൾ വിവാഹം കഴിച്ചു വിട്ടു. വിവാഹം കഴിച്ച് എന്ന വീട്ടിൽ എന്തെല്ലാമോ ചില പ്രയാസങ്ങൾക്കുണ്ടെന്ന് തോന്നുന്നു. അവളുടെ ബന്ധത്തിൽപ്പെട്ട ഡോക്ടറുണ്ട്.
ഒരിക്കലും ഒരു ഡോക്ടർ അവളെ കണ്ടു. മോളെ നിനക്ക് എന്നെ പറ്റി, നീ ആളങ്ങ് മാറിപ്പോയല്ലോ, എല്ലാം മെലിഞ്ഞു പോയാലും എന്ത് പറ്റി നിനക്ക്? ഓ ഇല്ല, പ്രത്യേകിച്ചൊന്നുമില്ല. അല്ല നിനക്ക് എന്താ കല്യാണം കഴിച്ച് പെട്ടെന്ന് ഇങ്ങനെ മെലിഞ്ഞു പോകുന്ന എന്താ? അല്ലാതെ നിൻ്റെ മുഖം വാടിയിരിക്കുന്നല്ലോ, നീ അങ്ങ് എല്ലാം തോലുമായി പോയല്ലോ കുഞ്ഞ്, എന്ത് പറ്റി നിനക്ക്? അല്ല പ്രത്യേകിച്ചൊന്നുമില്ല. ആ കാര്യം പറഞ്ഞാൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്തെങ്കിലും രോഗം വല്ലതാണെങ്കിൽ ഞാൻ നോക്കാം, ഞാൻ ഡോക്ടറല്ലേ. പറഞ്ഞു അതല്ല, എനിക്കൊരു പ്രയാസം, ഒന്നുകിൽ ഞാൻ അല്ലെങ്കിൽ അമ്മയമ്മ, ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒരു വീട്ടിൽ താമസിക്കാൻ ശരിയാവില്ല. ശോ എന്താ ഇക്രമം പറയുന്നത്, നിങ്ങൾ രണ്ടുപേരും കൂടെ ജീവിക്കാൻ പിന്നെ എന്ത് ചെയ്യും? അല്ല അതിൽ വേറൊന്നും വിചാരിക്കേണ്ട, അമ്മയുടെ സ്വഭാവം ഏതായാലും ഒരു ക്രൂര പ്രകൃതിയാണ്. കുറ്റം ഇല്ലെങ്കിൽ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കും. വരുന്നവരോടും എല്ലാം എൻ്റെ കുറ്റമാണ് പറയുന്നത്. വീട്ടിലാരെങ്കിലും വന്നാൽ എൻ്റെ കുറ്റം പറയുക. ഒരുത്തി ഇവിടെ കയറി വന്നിട്ടുണ്ട്, അതിനുശേഷം ഈ കുടുംബത്തിൽ സ്വസ്ഥതയില്ല, സമാധാനമില്ല എന്നൊക്കെ പറയുന്നത്. വലിയ കഷ്ടമാണ്. എനിക്ക് മടുത്തു, എനിക്ക് ആഹാരം വേണമെന്ന് തോന്നുന്നില്ല. അതാണ് ഞാൻ മെലിഞ്ഞു പോകാൻ കാരണം. പിന്നെ നീ പറഞ്ഞിങ്ങനെ അമ്മ അല്ലെങ്കിൽ നീ ഒരാൾ എന്ന് പറഞ്ഞാൽ കഷ്ടമല്ലേ? അല്ല അതിൽ സംശയമൊന്നുമില്ല. വേണമെങ്കിൽ ഞാനങ്ങ് മരിച്ചു പോയേക്കാം, ആത്മഹത്യ ചെയ്തേക്കാം, അമ്മ സന്തോഷമായിട്ട് ജീവിച്ചോട്ടെ. അല്ലെങ്കിൽ അമ്മ ജീവിച്ചിരുന്നാൽ എനിക്ക് സമാധാനം കിട്ടില്ല. ഡോക്ടർ കുറേ നേരം ആലോചിച്ചു. ഒരു കാര്യം ചെയ്യാം, ഞാനൊരു ഇത്തിരി മരുന്ന് തരട്ടെ, വേറെ ആരും അറിയരുത്, ഇത്തിരി മരുന്ന് തരാം. പെട്ടെന്ന് അമ്മ മരിച്ചു എന്ന് വരാത്ത രീതിയിൽ ഒരു ചെറിയ മരുന്ന് തരാം. അമ്മ മരുന്ന് പല നാൾ കഴിച്ച് കഴിയുമ്പോൾ ഒരു കഷ്ടിച്ചൊരു 6 മാസം കഴിച്ചാൽ മതി, അമ്മ മരിച്ചോളും. 6 മാസം. ഇത് നീ അമ്മ അറിയാതെ അമ്മയുടെ ചായയിലോ അമ്മയുടെ ചോറിലോ എവിടെയെങ്കിലും കലർത്തി അങ്ങ് കൊടുത്തേക്കണം. ചുവടൊന്നുമില്ല, അതുകൊണ്ട് പിന്നെ അറിയില്ല. എവളത് മേടിച്ചോണ്ട് പോയി, മരുന്ന് മേടിച്ചോണ്ട് പോയി. പിന്നെ അദ്ദേഹം പറഞ്ഞു, ഡോക്ടർ ഒരു കാര്യം കൂടി പറഞ്ഞു, മോളെ നീ ഒരു കാര്യം ചെയ്യണം. ഈ 6 മാസം അല്ലേ സഹിക്കേണ്ടുള്ളൂ, 6 മാസം. ആ 6 മാസം നീ അമ്മയെ അങ്ങോട്ട് ശുശ്രൂഷിച്ചോളണം, അതുപോലെ അങ്ങ് സ്നേഹിച്ചോളണം. എന്തായാലും 6 മാസത്തെ കാര്യമല്ലേ ഉള്ളൂ, നല്ലപോലെ സ്നേഹിക്കുക. അമ്മയെ അതുപോലെ വിനയത്തോടെ, വളരെ വിനയത്തോടെ അങ്ങ് അമ്മയുടെ മുമ്പിൽ നിൽക്കുക. അമ്മയ്ക്ക് എന്തെല്ലാമാണോ ഇഷ്ടം അതൊക്കെ സാധിച്ചു കൊടുക്കുക. അമ്മയുടെ പ്രായമായ അമ്മയല്ലേ, കാല് തിരുമ്മി കൊടുക്കുക, അമ്മയുടെ മുടി വിനി കൊടുക്കുക, എല്ലാം നീ എല്ലാം ചെയ്യണം. അമ്മയുടെ കാര്യം നോക്കണം. ശരി, അത് ഞാൻ ചെയ്തോളാം. അപ്പോൾ ഇവൾക്കൊരു സന്തോഷമായി. അമ്മ 6 മാസം കഴിയുമ്പോൾ അമ്മ അങ്ങ് പൊക്കിയുള്ളല്ലോ, മരിച്ചോളൂല്ലോ, പിന്നെ സമാധാനമായിട്ട് ജീവിക്കാമല്ലോ, ഞാൻ എൻ്റെ ഭർത്താവ് ഒരു സന്തോഷമായിട്ട് ജീവിക്കാമല്ലോ. അങ്ങനെ ഇരിക്കെ ഇപ്പോൾ ഇവൾ അമ്മയെ നല്ലൊരു ശുശ്രൂഷിക്കാനൊക്കെ തുടങ്ങിയതിന് ശേഷം വരുന്നവരൊക്കെ അമ്മ പറയുന്നു, എൻ്റെ മോൾക്ക് എന്തൊരു മാറ്റം വന്നിട്ടുണ്ട്. ഇത് പണ്ടൊന്നും വന്ന പോലെയല്ല, ഇപ്പോൾ അവൾക്ക് എന്തൊരു മാറ്റം, ഒരു സ്നേഹം എന്നോട്. ഇപ്പോൾ എന്നോട് വലിയ ബഹുമാനവും സ്നേഹവും. ഏതായാലും എൻ്റെ കുഞ്ഞ് നന്നായി വരിക. പിന്നെ ആയിപ്പോൾ അമ്മ പറയുന്നു, അയ്യോ ഞങ്ങൾക്ക് കിട്ടിയൊരു ഭാഗ്യമാണ് എൻ്റെ മോള്, ഞങ്ങളുടെ കുടുംബത്തിലേക്ക് ഈ മോള് കയറി വന്ന് ഞങ്ങളുടെ മഹാഭാഗ്യമായിപ്പോയി. ഇവള് കാരണം ഞങ്ങളുടെ കുടുംബത്തിൽ എന്തൊരു സമാധാനമാണെന്നോ, എന്തൊരു സന്തോഷമാണെന്നോ. ഇവളെക്കുറിച്ചുള്ള പ്രശംസ അപ്പോൾ അമ്മയ്ക്ക് പറയാനുള്ളൂ. എല്ലാം നാട്ടിലാകെ ഇവളെക്കുറിച്ച് അമ്മ പ്രശംസ, പള്ളിയിൽ ചെന്നാലും ഇവളെക്കുറിച്ച് പ്രശംസിച്ച് മറ്റുള്ളവരോട് പറയും. മോളെ എപ്പോഴും കൂടെ നിർത്തും. അങ്ങനെ വലിയ സന്തോഷം. ഇവൾക്ക് എപ്പോഴായി ഇവളെ ഡോക്ടർക്ക് ഉടക്കി ചെന്നു. ഇവൾക്ക് ഒരു കുഴപ്പം പറ്റിയല്ലോ, അമ്മ 6 മാസം കഴിയുമ്പോൾ മരിച്ചു പോകുമല്ലോ, അമ്മ പണ്ടത്തെ പോലെ അല്ല, ഇപ്പോൾ ഒരു വഴക്കുമില്ല, ഒരു പിണക്കവുമില്ല, ഒരു വൈരാഗ്യവുമില്ല, വലിയ സ്നേഹമാണ്, എന്നോട് വലിയ ഇഷ്ടമാണ്. വരുന്നവരോടും പോരുന്നവരോടൊക്കെ അമ്മ പറയുന്നത് ഞാനൊരു വീട്ടിലേക്ക് ഒരു രത്നമാണെന്നാണ് പറയുന്നത്. വീട്ടിലേക്ക് കടന്നു ചെന്ന് വലിയ ഒരു വിളക്ക് കത്തിച്ച് വെച്ച അനുഭവമാണെന്നാണ് പറയുന്നത്. വലിയ ഭാഗ്യമായി എന്നൊക്കെയാണ് അമ്മ പറയുന്നത്. എന്നാ ചെയ്യണ്ടേ, ഇനി എന്നാ ചെയ്യണേ, എന്തെങ്കിലും വല്ല മറുമരുന്നുണ്ടോ? ഡോക്ടർ പറഞ്ഞു, ഇനി അത് കൊടുക്കണമെന്നില്ല, ആ മരുന്ന് കൊടുക്കണമെന്നില്ല. നിനക്ക് ഉറപ്പുണ്ടോ അമ്മ മരിക്കണ്ട? അയ്യോ വേണ്ട, അമ്മ മരിക്കണ്ട, അമ്മ ജീവിച്ചിരിക്കണം, അതാണ് എനിക്ക് വേണ്ടത്. അമ്മ അത് ഇപ്പോൾ എന്നെ വലിയ കാര്യമാണ്. എന്നാൽ എടിവണ്ണിയെ പറഞ്ഞു തരാം, ഞാൻ തന്ന മരുന്ന് വെറും വൈറ്റമിൻ ടാബ്ലറ്റ് പൊടിച്ചതാണ്, വിറ്റാമിൻ ടാബ്ലറ്റ് പൊടിച്ചതാണ്. അത് നീ കൊടുക്കുക എന്നുള്ളതല്ല നേടിയത്, നിൻ്റെ സ്വഭാവം മാറി, നീ സ്നേഹമുള്ളതായി തീർന്നു. അമ്മയ്ക്ക് സ്നേഹമില്ലെന്ന് നീ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നിനക്ക് ആ സ്നേഹമില്ല, നിനക്ക് സ്നേഹം ഉണ്ടായി, അമ്മയെ നീ ശുശ്രൂഷിക്കാൻ തുടങ്ങി, അതോടുകൂടി അമ്മയുടെ സ്വഭാവം മാറി. അപ്പോൾ നീയാണ് മാറേണ്ടിയിരുന്നത്, നീ മാറി, കാര്യം ശരിയായി. ദൈവത്തിന് സ്തോത്രം. ഒരു ചെറിയ സംഭവകഥയായി പറഞ്ഞത്. ആശയം നിങ്ങൾക്ക് മനസ്സിലായോ? നന്നാവേണ്ടത് ഞാനാണ്. നാം ഓരോരുത്തരോടാണ് നന്നാവേണ്ടത്. നാം മറ്റുള്ളവരുടെ കുറ്റം കണ്ടുകൊണ്ടിരിക്കരുത്. ഞാൻ നന്നാകണം. എൻ്റെ ഭാര്യയുടെ കുറ്റം ഞാൻ കാണരുത്, ഭർത്താവിൻ്റെ കുറ്റം കാണരുത്, മക്കളുടെ കുറ്റം കാണരുത്, മാതാപിതാക്കളുടെ കുറ്റം കാണരുത്, നിങ്ങൾ പഠിപ്പിക്കുന്ന അധ്യാപകരുടെ കുറ്റം കാണരുത്. നിങ്ങൾ കാണേണ്ട കുറ്റം എൻ്റെ കുറ്റം എന്ന് ഓർത്തോളണം. അത് തിരുത്തിയാൽ എല്ലാം സമാധാനമാകും, സന്തോഷമാകും.
ഇന്ന് അനേക കുടുംബങ്ങളിലും പൊട്ടലും ചീറ്റലുമുണ്ട്. ചിലപ്പോൾ ശാപവാക്കുകളുണ്ട്, പ്രാകുന്ന വാക്കുകളുണ്ട്, കൊടും ക്രൂരവാക്കുകളുണ്ട്. ദൈവത്തിന് സ്തോത്രം. നവമി ആ രീതിയിൽ ഭാഗ്യവതിയായിപ്പോയി. പെൺമക്കൾ രണ്ടുപേരും നല്ല കുട്ടികൾ, മരുമക്കളായി വന്നവർ രൂത്ത് ഓർപ്പായി നല്ല കുട്ടികൾ, വളരെ സന്തോഷമായി കഴിയുമായിരുന്നു. പക്ഷേ ഓർത്തോളണം, വളരെ സന്തോഷമായി കഴിയുമ്പോഴും ചിലപ്പോൾ ചില അത്യാഹിതങ്ങൾ പെട്ടെന്ന് വരും. അത്യാഹിതങ്ങൾ, അതാ സംഭവിച്ചത്. എന്താ അങ്ങനെ വന്നത് ആർക്കറിയാം, നമുക്ക് അറിയാൻ പാടില്ല. ഭർത്താവ് മരിച്ചു, നവമിയുടെ ഭർത്താവ് എലീമേലക്ക് മരിച്ചു. താമസിയാതെ മഹ്ളോനും മരിച്ചു, കില്യോനും മരിച്ചു. കഷ്ടമായി പോയല്ലോ. അവർ മോവാബിലേക്ക് പോയതുകൊണ്ടാണോ ആണെന്നോ നമുക്ക് വേദപുസ്തകത്തിൽ തെളിവൊന്നുമില്ല. എന്തുകൊണ്ടോ ആ കലഹദേശത്ത് അവർ 3 പേരും മരിച്ചു. 3 വിധവമാർ, മുഖത്തോട് മുഖം നോക്കി മൗനമായിരിക്കുകയും ഇടയ്ക്ക് ഏങ്ങലിരിക്കുകയും ചെയ്യുന്ന 3 വിധവമാർ. വളരെ ദയനീയമായ കാര്യമല്ലേ, ദയനീയമായ സ്ഥിതി. അങ്ങനെ ഇരിക്കെ നവമി കേട്ടു ബേത്ലഹേമിൽ ക്ഷാമം മാറി, വിട്ടുപോകുന്ന നാട്ടിൽ ക്ഷാമം മാറി. സന്തോഷമായി, ക്ഷാമം മാറി. അപ്പോൾ ഒന്ന് അങ്ങോട്ട് തിരിച്ചു പോകാം. അപ്പോൾ അന്നേരം തിരിച്ചു പോകാൻ നേരത്ത് നവമി മരുമക്കൾ രണ്ടുപേരും വിളിച്ചു. മക്കളെ, നിങ്ങൾ ഈ നാട്ടിലുള്ളവരല്ലേ, നിങ്ങൾ എൻ്റെ കൂടെ അങ്ങോട്ട് പോന്നിട്ട് എന്താ പ്രയോജനം? നിങ്ങൾക്ക് ഇവിടെ താമസിച്ച് നിങ്ങളുടെ നാട്ടിൽ നിന്ന് തന്നെ ഓരോ ഭർത്താവിനെ എടുക്കാം. പുനർവിവാഹം, 2ാം വിവാഹം ആകാമല്ലോ, തെറ്റില്ലല്ലോ. നിങ്ങൾ ഇവിടെ തന്നെ താമസിക്കൂ. അപ്പം 2 പേര് പറഞ്ഞു, അയ്യോ അമ്മയെ അങ്ങനെ പറയല്ലേ, ഞങ്ങൾ അമ്മയുടെ കൂടെ പോരും. ഇത്രയും നാൾ അമ്മയുടെ കൂടെ ജീവിച്ചപ്പോൾ അമ്മയെ വിട്ടുപോകാൻ തോന്നുന്നില്ല, ഞങ്ങൾ അമ്മയുടെ കൂടെ പോരും എന്ന് 2 പേരും പറഞ്ഞു. നവമി നിർബന്ധിച്ചു, മക്കളെ നിങ്ങൾ എൻ്റെ കൂടെ പോരണ്ട. എൻ്റെ കൂടെ പോന്നാൽ നിങ്ങൾക്കിനി എന്നാ ഭാവി? ഇനി ഭാവിയില്ലല്ലോ. നിങ്ങളിവിടെ താമസിക്കുക, നിങ്ങളുടെ നാട്ടിൽ താമസിക്കുക. നിങ്ങളുടെ നാട്ടിൽ ഇവിടുന്ന് ഏതെങ്കിലും വിവാഹം കഴിഞ്ഞ് നിങ്ങൾക്ക് ഇനി സമാധാനമായിട്ട് ജീവിക്കാമല്ലോ. ഓർപ്പ അമ്മായിയമ്മയെ ഉമ്മ വെച്ച് എന്നിട്ട് അമ്മായിമ്മയോട് യാത്ര പറഞ്ഞ് അവൾ ആ മോവാബിലേക്ക് തന്നെ തിരിച്ചുപോയി. രൂത്ത് അമ്മായിമ്മയോട് പറ്റി നിന്നു. 14-ാം വാക്യം മുതൽ. അവർ പിന്നെയും പൊട്ടിക്കരഞ്ഞു. ഓർപ്പ അമ്മായിയമ്മയെ ചുംബിച്ച് പിരിഞ്ഞു. രൂത്തോ അവളോട് പറ്റി നിന്നു. രൂത്ത് അമ്മായിയമ്മയോട് പറ്റി നിന്നു. പിന്നെ അപ്പോൾ അവൾ, നിന്റെ സഹോദരി തന്റെ ജനത്തിന്റെയും തന്റെ ദേവന്റെയും അടുക്കൽ മടങ്ങിപ്പോയല്ലോ, നീയും നിന്റെ സഹോദരിയുടെ പിന്നാലെ പോയിക്കൊള്ളുക എന്ന് പറഞ്ഞു. മോളെയും നിന്റെ സഹോദരി ഓർപ്പ പോയത് നീ കണ്ടില്ലേ, അതുപോലെ നീയും പൊയ്ക്കോ എന്ന് അമ്മായിയമ്മ പറഞ്ഞു. അതിന് രൂത്ത്, നിന്നെ വിട്ടുപിരിവാനും നിന്റെ കൂടെ വരാതെ മടങ്ങിപ്പോകുവാനും എന്നോട് പറയരുതേ. നീ പോകുന്നിടത്ത് ഞാനും പോരും. നീ പാർക്കുന്നിടത്ത് ഞാനും പാർക്കും. നിന്റെ ജനം എന്റെ ജനം, നിന്റെ ദൈവം എന്റെ ദൈവം. നീ മരിക്കുന്നിടത്ത് ഞാനും മരിച്ച് അടക്കപ്പെടും. മരണത്താലല്ലാതെ ഞാൻ നിന്നെ വിട്ടുപിരിഞ്ഞാൽ യഹോവ തക്കവണ്ണവും അധികവും എന്നോട് ചെയ്യുമാറാകട്ടെ എന്ന് പറഞ്ഞു. ഇത്രയും കാലത്തെ ഒരുമിച്ചുള്ള വാസം കൊണ്ട് നവമിയോട് സ്നേഹം കൂടിയെന്ന് മാത്രമല്ല, നവമിയുടെ ദൈവത്തോട് സ്നേഹമായി. യഹോവ എന്നുള്ള വാക്കുകൾ നാവിൽ വന്നു. യഹോവ നിന്നെ ഞാൻ വിട്ടുപിരിഞ്ഞാൽ ദൈവം എന്നെ ശിക്ഷിക്കും. ഇല്ല, ഇത്രയും കാലത്ത് ജീവിതം കൊണ്ട് എനിക്ക് മനസ്സിലായി, ജീവിക്കാൻ കൊള്ളാകുന്നൊരു അമ്മാവിയാണെന്ന് എനിക്ക് മനസ്സിലായി. ഏറ്റവും നല്ലൊരു സ്വഭാവമുള്ള അമ്മയാണെന്ന് മനസ്സിലായി. അതുകൊണ്ട് നിന്നെ വിട്ടുപിരിയാൻ എന്നോട് പറയരുത്. നിന്നെ വിട്ടുപിരിയുവാനും നിൻ്റെ കൂടെ വരാതെ മടങ്ങി പോകാൻ എന്നോട് പറയരുതേ. നീ പോകുന്നിടത്ത് ഞാനും പോരും, നീ പാർക്കുന്നിടത്ത് ഞാനും പാർക്കും. നിൻ്റെ ജനം എൻ്റെ ജനം, നിൻ്റെ ദൈവം എൻ്റെ ദൈവം. നീ മരിക്കുന്നിടത്ത് ഞാനും മരിച്ചടക്കപ്പെടും. വ്യക്തമായൊരു തീരുമാനം രൂത്തെടുത്തു. ദൈവത്തിന് സ്തോത്രം. നിന്നെയും നിൻ്റെ ദൈവത്തെയും ഞാൻ സ്വീകരിക്കുന്നു. അതാണ് തീരുമാനം. നിന്നെ ഞാൻ സ്വീകരിക്കുന്നു, നിൻ്റെ ദൈവത്തെയും ഞാൻ സ്വീകരിക്കുന്നു. വലിയൊരു തീരുമാനമാണ്. ഒന്നുകൂടി തിരുത്തി പറഞ്ഞാൽ, ദൈവജനത്തെയും ദൈവജനത്തെയും സ്വീകരിക്കുന്നു. അതാണ് തീരുമാനം. പ്രിയപ്പെട്ടവരെ, ദൈവമക്കളെന്ന് പറയുമ്പോൾ, കർത്താവിൻ്റെ ആത്മാവുള്ളവരെന്ന് പറയുമ്പോൾ ഉള്ളിലൊരു സ്നേഹം വരുന്നുണ്ടോ? നിങ്ങൾക്ക് ഉള്ളിലൊരു ആർദ്രത വരുന്നുണ്ടോ? ദൈവത്തിന് സ്തോത്രം. ഞാൻ ഓർക്കുകയാണ്, എല്ലാ നാടുകളിലും ഞാൻ ചെല്ലുമ്പോൾ എന്നെ വളരെ കാര്യമായിട്ട് ആളുകൾ സ്വീകരിക്കുന്നു. എനിക്ക് ഏറ്റവും വിശിഷ്ട ഭക്ഷണം തരുന്നു. വലിയ സന്തോഷത്തോടെ എന്നെ സ്വീകരിക്കുന്നു. എന്നാൽ ഞാൻ ഓർക്കുകയാണ്, വർഷങ്ങൾക്ക് മുൻപ് എൻ്റെ അപ്പം മരിച്ചു പോയതിന് ശേഷം എനിക്ക് ഓർമ്മ വെച്ച കാലത്ത് മുതൽ ഞങ്ങളുടെ പള്ളിയിൽ സുവിശേഷകന്മാർ വന്നാൽ അമ്മ വീട്ടിലേക്ക് വിളിച്ചുകൊണ്ട് വരും. അവർക്ക് അമ്മ ആഹാരം കൊടുക്കും. ദൈവത്തിന് സ്തോത്രം. ഏറ്റവും നല്ല ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കും. പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞു വന്നത്, ദൈവത്തിന് സ്തോത്രം, അമ്മ അനേകം സുവിശേഷകന്മാരെ മാനിച്ചു, അവരെ സൽക്കരിച്ചു. അതിൻ്റെ നല്ല ഫലം ഇന്ന് ഞാൻ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു. ഇന്ന് ഞാൻ അതിൻ്റെ സന്തോഷം അനുഭവിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. സഹോദരങ്ങളെ, ദൈവത്തെയും ദൈവജനത്തെയും മാനിച്ചു കൊള്ളുക, ദൈവത്തെയും ദൈവജനത്തെയും ആദരിച്ചു കൊള്ളുക, ദൈവത്തെയും ദൈവജനത്തെയും സ്വീകരിച്ചു കൊള്ളുക. ദൈവത്തിന് സ്തോത്രം.
രൂത്ത് തീരുമാനിച്ചു, ഞാൻ നിൻ്റെ ദൈവം എൻ്റെ ദൈവം, നിൻ്റെ ജനം എൻ്റെ ജനം. നീ പാർക്കുന്നിടത്ത് ഞാനും പാർക്കും, നീ പോകുന്നിടത്ത് ഞാനും പോകും. ഞാൻ നിന്നെ വിട്ടു പിരിയുകയില്ല. ഞാൻ നിന്നോടുകൂടെ നിൻ്റെ ദേശത്തു നിന്ന് മരിച്ചടക്കപ്പെടും. ഞാനല്ലാതെ വിട്ടു പിരിയുകയില്ല. ദൈവത്തിന് സ്തോത്രം. ദൈവത്തോടും ദൈവജനത്തോടുള്ളതായ ചേർച്ച, അതാണ് സമർപ്പണം. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഞാൻ വളരെ വിനയപൂർവ്വം നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങൾക്ക് ദൈവത്തോടൊരു ചേർച്ച വരുന്നുണ്ടോ? നവമി പറഞ്ഞു, എന്നോട് ഈ കടുകൈ ചെയ്തെന്താണ്, ഇനി കയ്പ് ചെയ്തെന്താണ്, കയ്പ് വരുത്തിയത് എന്താണെന്ന് നവമി ചോദിച്ചു. ദൈവം എന്താണ് ഇങ്ങനെ ചെയ്തത്? സർവ്വശക്തന് എന്നോട് കയ്പ് അയാൾ പ്രവർത്തിച്ചിരിക്കുന്നത് എന്താണ്? നവമി ചോദിച്ചു. എന്നാൽ ഇന്ന് അനേകർ ദൈവത്തോട് അകൽച്ചയിലാണ്. ദൈവത്തോട് അകൽച്ച ഒരിക്കലും വരരുത്. ദൈവത്തോട് നിരപ്പായിക്കൊള്ളണം. നിരപ്പാകണമേ ദൈവമേ, നിൻ നിരുപമ കൃപയാൽ ഞങ്ങളോട് നിൻ്റെ നിരുപമമായ കൃപയാൽ, നിൻ്റെ തുല്യമറ്റ കൃപയാൽ ഞങ്ങളോട് നിരപ്പാകണമേ എന്ന് നാം പാടുന്നുണ്ടല്ലോ. നിരപ്പാകണമേ ദൈവമേ, നിൻ നിരുപമ കൃപയാൽ ഞങ്ങളോട് കൃപയാൽ നീ നിരപ്പാകണമേ. എന്താണ് പറയാൻ കാരണം? ഞങ്ങൾക്കും നിനക്ക് മധ്യേ പാവം നിൽക്കുന്നു. ദൈവമേ, എനിക്കും നിനക്ക് മധ്യേ പാവം നിൽക്കുന്നു. കുർബാനയ്ക്ക് പള്ളിയിൽ വരുമ്പോൾ ദൈവമക്കൾ കാണുന്നതാണ്, കർത്താവേ, നിൻ്റെ ആ തിരുസന്നിധിയിലേക്ക് വരുവാൻ എനിക്ക് അർഹതയില്ല. വെളിവ് നിറഞ്ഞോർ ഈശോ, നിൻ്റെ സന്നിധിയിലേക്ക് വരാൻ എനിക്ക് യോഗ്യതയില്ല. വെളിവിൻ തട്ടിൽ വസിക്കുന്ന പുണ്യനിധിയെ നിൻ്റെ തിരുസന്നിധിയിലേക്ക് വരാൻ എനിക്ക് യോഗ്യതയില്ല. ഞാൻ പാപിയാണ്. എനിക്ക് കർത്താവേ സൽക്രിയകളില്ല, മനഃശുദ്ധിയില്ല. ഞാൻ പാപിയാണ്. കർത്താവേ, നിൻ്റെ ആലയത്തിലേക്ക് വരാൻ എനിക്ക് യോഗ്യതയില്ല. ദൈവത്തോട് നിരപ്പിലല്ല. കാരണം എൻ്റെ ജീവിതത്തിൽ പാവമുണ്ട്. എനിക്കും ദൈവത്തിന് മധ്യേ പാവമുണ്ട്. ദൈവം നോക്കുമ്പോൾ എൻ്റെ പാവം ദൈവം കാണുന്നു. എനിക്ക് തിരുമുമ്പാകെ വരാൻ യോഗ്യതയില്ല. അതുകൊണ്ട് കർത്താവേ, ഇന്ന് ഈ വിശുദ്ധ കുർബാനയിൽ സംബന്ധിച്ച് കഴിഞ്ഞ് വിശുദ്ധ കുർബാന കൊള്ളുമ്പോൾ, നിൻ്റെ തിരുശരീര രക്തങ്ങൾ ഞാൻ സ്വീകരിക്കുമ്പോൾ, കർത്താവേ, നീ എൻ്റെ ഹൃദയത്തിലേക്ക് ഒന്ന് സ്വീകരിച്ചുകൊണ്ട് എൻ്റെ ശരീരം യേശുവിൻ്റെ ശരീരമായി മാറിയെന്നും എൻ്റെ രക്തം യേശുവിൻ്റെ രക്തമായി മാറിയെന്നും, അങ്ങനെ ഇനി എൻ്റെ ശരീരമല്ല, എൻ്റെ രക്തമല്ല, യേശുവിൻ്റെ ശരീരം യേശുവിൻ്റെ രക്തമെന്നും അനുഭവിച്ചുകൊണ്ട് പോകുവാൻ എനിക്ക് നീ ഭാഗ്യം തരണമേ. എൻ്റെ പാവങ്ങളെല്ലാം തിരുരക്തത്താൽ കഴുകണമേ. ദൈവത്തിന് സ്തോത്രം. യാചിക്കേണ്ടും സമയം ഇതാ, മോചിക്കും നാഴിക താൻ. ഇത് നമസ്കാരത്തിന് സമയം ഇത് തന്നെ, കരുണാസമയം. പ്രിയപ്പെട്ടവരെ, ഇതൊക്കെ നാം പാടുന്നുണ്ട്. വല്ലതും അർത്ഥം അറിയുന്നുണ്ടോ? എന്തിനത് പാടുന്നത്? കർത്താവേ, ഇത് യാചിക്കേണ്ട സമയമാണെന്ന് എനിക്ക് മനസ്സിലായി. ഇതാണ് യാചിക്കേണ്ട സമയം. കർത്താവേ, ഞാൻ ദേവഗലിയും വായിച്ചു കേട്ടു. കർത്താവേ, ദേവഗലിയും വായിച്ചു കേട്ട് അതിൻ്റെ ആ സുവിശേഷത്തിൻ്റെ മർമ്മം ഞാൻ മനസ്സിലാക്കി. ഇനി ഞാൻ യാചിക്കുകയാണ്. എനിക്ക് മോചിക്കേണ്ട സമയമാണ്. മോചനം കിട്ടണം. എൻ്റെ പാവങ്ങൾ മോചിച്ച് കിട്ടണം. അതാണ് പ്രാർത്ഥിക്കുന്നത്. മോചിക്കും നാഴിക ഇത് മോചിക്കുന്ന നാഴികയാണ്. പാവമോചനം നിന്ന് കിട്ടുന്ന നാഴികയാണ്. സ്നേഹിതരെ, നിങ്ങൾക്കിന്ന് ഇവിടെ ഇരുന്ന് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ പാവമോചനം പ്രാപിക്കാം. നിങ്ങളുടെ പാവങ്ങൾ ക്ഷമിച്ച് കിട്ടുന്ന ഭാഗ്യം നിങ്ങൾക്ക് അനുഭവിക്കാം. ദൈവത്തോട് നിരപ്പാകുക, ദൈവത്തോട് ഐക്യമാകുക. ഇന്ന് ഞാനും ദൈവവും തമ്മിൽ ഐക്യത്തിലാണോ നിങ്ങൾ ചിന്തിക്കൂ. നിങ്ങൾ ഓരോരുത്തരും ചിന്തിക്കൂ, ഞാനും ദൈവവും തമ്മിൽ ഐക്യത്തിലാണോ? ദൈവത്തിനും എനിക്കും ഇടയിൽ ഏതെങ്കിലും പാവമുണ്ടോ? എൻ്റെ പാവം നിൽക്കുന്നുണ്ടോ? ഇന്ന് എൻ്റെ പ്രാർത്ഥന ദൈവസന്നിധിയിലേക്ക് ചെല്ലുന്നുണ്ട്. മേലാം ഊർസ്ലേം വാതിലുകൾക്കുള്ളിൽ സിംഹാസനം അണയുന്നുണ്ടോ എൻ്റെ ഈ പ്രാർത്ഥന? മേലുള്ള ഊർസ്ലേം വാതിലുകൾക്കുള്ളിൽ എൻ്റെ ഈ പ്രാർത്ഥന സിംഹാസനം അണയുന്നു, ദൈവസിംഹാസനത്തിന് മുമ്പിൽ ചെല്ലുന്നുണ്ടോ? ഇല്ല എന്നുള്ളതാണ് സത്യം. പ്രാർത്ഥന നാവ് ഉച്ചരിക്കുന്നുണ്ട്, പക്ഷേ പ്രാർത്ഥന മേലുള്ള ഊർസ്ലേമിൽ, സ്വർഗീയ യെരൂശലേമിൽ, ദൈവത്തിൻ്റെ സന്നിധിയിൽ, ദൈവസിംഹാസനത്തിൻ്റെ മുമ്പിൽ എൻ്റെ പ്രാർത്ഥന അണയുന്നില്ല. അതാണ് ചൊല്ലുന്നതല്ലേ, നമുക്കറിയാമല്ലോ. പ്രിയപ്പെട്ടവരെ, കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുമല്ലോ. ഇതൊക്കെ നമ്മുടെ ആരാധനാ ഗീതങ്ങളിലുള്ളതാണ് ഈ പറഞ്ഞത്. സഹോദരങ്ങളെ, നിങ്ങൾ വിശ്വസിക്കൂ, നിങ്ങൾ മനസ്സിലാക്കൂ. ഇന്ന് നിങ്ങളുടെ പ്രാർത്ഥന ഉയരത്തിലേക്ക് പൊങ്ങുന്നില്ല, ചുണ്ടിൽ തങ്ങി നിൽക്കുന്നേ ഉള്ളൂ. ചുണ്ടിലുള്ള പ്രാർത്ഥനയുണ്ട്, ചുണ്ടിലുള്ള സ്തുതിയുണ്ട്, ചുണ്ടിനപ്പുറത്തേക്ക് പൊങ്ങുന്നില്ല. നിങ്ങളുടെ ധാരണ നിങ്ങളുടെ പ്രാർത്ഥന ചൊല്ലിച്ച് തീർക്കുന്നു. പ്രാർത്ഥന തികച്ചോ എന്നൊക്കെ ചോദിക്കില്ലേ? നമസ്കാരം തികച്ചോ എന്ന് ചോദിക്കും. നമസ്കാരം തികച്ചോ? ഒരു തയ്ക്കലേ ഉള്ളൂ ഇന്ന്. അതൊന്നും ഹൃദയത്തിൽ നിന്ന് വരുന്നില്ല. അനേകരുടെയും ജീവിതത്തിൽ ഇല്ല ഇതൊന്നും. പ്രാർത്ഥന ജീവിതത്തിലില്ല. എന്താ പ്രാർത്ഥിക്കുന്ന ആർക്കറിയാം? ഒന്നും അറിഞ്ഞുകൊണ്ടല്ല. കുറേ കാണാ പിടിച്ചു അങ്ങ് ചൊല്ലി തീർക്കുന്നു, അല്ലെങ്കിൽ പുസ്തകം നോക്കി വായിക്കുന്നു. ഹൃദയത്തിൽ നിന്ന് വരണം പ്രാർത്ഥന. ഹൃദയത്തിൽ നിന്ന് പ്രാർത്ഥന വരണം. അപ്പോൾ ദൈവത്തിലേക്ക് ചെല്ലും. ദൈവത്തോട് നിരപ്പാകുക. ഇന്ന് ഞാൻ വളരെ ഗൗരവമായി പറയുന്ന കാര്യം അതാണ്. ദൈവത്തോട് നിരപ്പായിക്കൊള്ളുക. അതിവേഗം ദൈവത്തോട് നിരപ്പാകുക. ദൈവത്തോടും ദൈവജനത്തോടും നിരപ്പാകുക. ഏതെങ്കിലും ദൈവത്തിനോട് നിങ്ങൾക്കുള്ളിലൊരു ഇഷ്ടക്കുറവുണ്ടോ? ഏതെങ്കിലും ദൈവത്തിനോട് നിങ്ങൾക്കുള്ളിലൊരു നീരസമുണ്ടോ? ഏതെങ്കിലും ദൈവത്തിന് വേല ചെയ്യുന്നൊരു ദൈവത്തിൻ്റെ ദാസനോട് നിങ്ങൾക്കൊരു അഭിപ്രായ വ്യത്യാസമോ നീരസമോ ഉണ്ടോ? നിങ്ങൾ നേരെ ചെല്ലൂ, ആ മനുഷ്യനോട് പറയൂ, എനിക്ക് ചില ഇഷ്ടക്കുറവുകളൊന്നു പോയി, അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എൻ്റെ പക്ഷത്ത് തെറ്റുണ്ടെങ്കിൽ ചൂണ്ടിക്കാണിച്ച് തരിക. ഇല്ലെങ്കിൽ നിങ്ങളുടെ പക്ഷത്താണ് തെറ്റെങ്കിൽ അത് നിങ്ങൾ തിരുത്തുക. അത് നിങ്ങളുടെ കാര്യം. ഞാൻ എൻ്റെ ജീവിതത്തിൽ അനർത്ഥം വരാതിരിക്കാൻ ഇത് തുറന്ന് പറയുന്നേ ഉള്ളൂ.
പറഞ്ഞുകൊള്ളുക, തിരുത്തിക്കൊള്ളുക. അതിവേഗം ഒട്ടും മാറ്റിയിരിക്കരുത്. അതിവേഗം ദൈവവുമായി നിരപ്പായിക്കൊള്ളുക. ദൈവവുമായി നിരപ്പായിട്ട് പ്രാർത്ഥിച്ചാൽ ദൈവസന്നിധിയിൽ പ്രാർത്ഥന ചെല്ലും. ദൈവത്തിന് സ്തോത്രം. ദൈവത്തോട് നിരപ്പായിട്ട് എന്ന് പറഞ്ഞാൽ ദൈവത്തോട് ഐക്യമായിട്ട് പ്രാർത്ഥിച്ചാൽ നിങ്ങളുടെ പ്രാർത്ഥന ദൈവസന്നിധി ചെല്ലും. ഭർത്താവ് മദ്യപിച്ച് കൂത്താടി വന്ന ഭാര്യയെ മർദ്ദിക്കുന്നു. പാവം ആ സ്ത്രീ വിഷമിക്കുന്നു. ഗർഭിണിയായ ആ സ്ത്രീയെ വയറ്റിലേക്ക് തൊഴിക്കുന്നു. ആ സ്ത്രീ വീണുപോയി. പ്രസവവേദന ആരംഭിച്ചു കഴിഞ്ഞു. 7-8 മാസമേ ആയുള്ളൂ. ആ പാവം സ്ത്രീ ഹോസ്പിറ്റലിലേക്ക് അതിവേഗം അദ്ദേഹം തന്നെ കൊണ്ടുപോയത്. ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. ഡോക്ടർ ചോദിച്ചു എന്താ പറ്റിയത്? ഒരു വീഴ്ച പറ്റിയതാണെന്ന് പറഞ്ഞു. കാര്യം പറഞ്ഞില്ല. ഭർത്താവ് തൊഴിച്ചതാണെന്ന് പറഞ്ഞില്ല. ഭർത്താവിന് കുറ്റം പറഞ്ഞില്ല. ഒരു വീഴ്ച പറ്റിയതാണ്. ആ സ്ത്രീ തന്നെ എന്നോട് പറഞ്ഞതാണ്, വീഴ്ച പറ്റിയതാണ്. ഡോക്ടർ നോക്കി, സാരമില്ല, ഉടനെ പ്രസവിച്ചു. ഭാഗ്യം, കുഞ്ഞിന് കഴിവൊന്നുമില്ല. ഇങ്ങനെയെല്ലാമുള്ള ഭർത്താക്കന്മാരുണ്ട്. അങ്ങനെ ഭാര്യമാരെ മർദ്ദിക്കുന്ന നിഷ്ഠുരന്മാരായ മനുഷ്യരുണ്ട്. കഷ്ടമാണ്. പ്രിയപ്പെട്ടവരെ, അങ്ങ് ചെയ്യരുത്, ഒരിക്കലും ചെയ്യരുത്. ദൈവം പൊറുക്കുകയില്ല. ഗൗരവമുള്ള കാര്യമാണ്. നിങ്ങളുടെ ഭാര്യയെ നിങ്ങൾ വേദനിപ്പിക്കരുത്. നിങ്ങളുടെ ഭാരങ്ങളെല്ലാം ഏറ്റെടുക്കുന്ന സാധു സ്ത്രീയെ നിങ്ങൾ വിഷമിപ്പിക്കരുത്. ആ സാധു സ്ത്രീയെ നിങ്ങൾ വേദനിപ്പിക്കരുത്. അവളുടെ വേദനകൾക്ക് നീ ഉത്തരവാദിയാകരുത്. അവളെ താങ്ങിക്കൊള്ളുക, അവളെ കൈത്താങ്ങൽ കൊടുത്തുകൊള്ളുക, അവൾക്ക് സഹായം ചെയ്തു കൊള്ളുക. അവളെ കരയിപ്പിക്കരുത്. ദൈവത്തിന് സ്തോത്രം. മറിച്ചും ഭർത്താവിൻ്റെ ഉള്ളിൽ നോവാൻ നീ ഇടവരുത്തരുത്. മോളെ, നീ ഓർത്തുകൊള്ളണം, ഭർത്താവിൻ്റെ ഉള്ളിൽ നോവാൻ ഇടവരുത്തരുത്. സാധു മനുഷ്യൻ അവനൊന്നും നിഷ്കരണം നിന്നോട് പെരുമാറി നിനക്ക് തോന്നും. പക്ഷേ നിഷ്കരണമല്ല. അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ കരുണയും സ്നേഹവും ഉണ്ട്. ഒരിക്കലും അദ്ദേഹം എന്നെ സ്നേഹിക്കുന്നില്ല നിനക്ക് തോന്നിപ്പോകരുത്. അല്ല, അഥവാ അദ്ദേഹം സ്നേഹിക്കുന്നില്ലെങ്കിൽ നീ അത് മിണ്ടിപ്പോകരുത്. നീ എന്നെ സ്നേഹിക്കുന്നില്ല, വേറെ ആരോടാണല്ലോ നിങ്ങളുടെ സ്നേഹമെന്ന് പറഞ്ഞു പോയാൽ ആ മനുഷ്യന് ഒരു വാശി കയറും. ആ മനുഷ്യനെ പിന്നെ അതിലേക്ക് തെറ്റിലേക്ക് പോകാൻ തുടങ്ങും. അതുകൊണ്ട് എന്തെങ്കിലും നിങ്ങൾക്ക് തോന്നിയാൽ പോലും അത് പറയരുത്. ചില കുടുംബങ്ങളിൽ വലിയൊരു അപകടമാണ് സംശയരോഗം. ഭർത്താവിന് വേറെ ആരോടോ ബന്ധമുണ്ടെന്നൊരു ചിന്ത, അല്ലെങ്കിൽ ഭാര്യയ്ക്ക് വേറെ ആരോടോ സ്നേഹമുണ്ടെന്നൊരു ചിന്ത. അതൊരു രോഗമാണ്. അത് മാനസിക രോഗമാണ്. അതിന് സൈക്കാട്രി പ്രോബ്ലം. അത് മാനസിക രോഗത്തിനായ ഡോക്ടറെ കാണേണ്ടതാണ്. ചികിത്സ നിസ്സാരമായ ചികിത്സ ചെയ്തേ പറ്റൂ. പക്ഷേ അത് ചെയ്യുന്നില്ല, പലരും ചെയ്യുന്നില്ല. ഭാര്യയ്ക്ക് വേറെ ആരോടോ സ്നേഹമുണ്ടെന്നുള്ള ചിന്ത. ഒരു ചെറുപ്പക്കാരൻ, അദ്ദേഹം ഭാര്യയും ഭർത്താവും അവർ രണ്ടുപേരും ഹൈസ്കൂളിൽ പഠിപ്പിക്കുന്ന അധ്യാപകരാണ്. രണ്ടുപേരും നല്ല അധ്യാപകരാണ്, നല്ല സമർത്ഥരായ അധ്യാപകർ. വേറെ അവർക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടെന്ന് ആർക്കറിയാൻ പാടില്ല. പക്ഷേ വീട്ടിൽ വന്നാൽ ഇദ്ദേഹത്തിൻ്റെ മുഖഭാവം മാറും. എപ്പോഴൊരു മൗനം. രാത്രി ഉറങ്ങാൻ കിടന്നു. ഒരു ദിവസം ഉറങ്ങാൻ കിടന്നു. അർദ്ധരാത്രിക്ക് അവൻ ഞെട്ടിപ്പെടുന്ന് എഴുന്നേറ്റു. അവൻ ചാടി എഴുന്നേറ്റു. ഭാര്യയുടെ കയ്യിൽ പിടിച്ചു. അവൾ ഞെട്ടി ഉണർന്നു. നീ ഉറക്കഭിനയിച്ച് കിടക്കുകയാണല്ലേ? അയ്യോ, ഞാൻ ഉറങ്ങുമായിരുന്നല്ലോ. ഞാൻ കണ്ടു, ഞാൻ എല്ലാം കണ്ടു. ഒരുത്തിനെ ഇപ്പോൾ ഇവിടെ നിന്ന് ഇറക്കി വിട്ടില്ലേ? ഞാൻ കണ്ടില്ലേ? നിനക്ക് മനസ്സിലായോ? ഞാൻ കണ്ടിട്ടാ. ഞാൻ അതുകൊണ്ടാണ് പറയുന്നത്. അയ്യോ, ഇവിടെ ആരും കയറി വന്നില്ല. ഞാൻ കണ്ടതല്ലേ നീ വാതിൽ തുറന്ന് പുറത്തേക്ക് വിടുന്നത്. പാവം ആ സ്ത്രീ അമ്പരപ്പിലായി. പിന്നെ പൊതിരെ തെല്ലുകയാണ്. സ്കൂളിൽ ചെല്ലുമ്പോൾ നല്ല അധ്യാപകൻ, പക്ഷേ വീട്ടിൽ പിശാച്. ഇതെല്ലാം പൈശാചികൻ്റെ ഭീകരമായ കളിയാട്ടമാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കിതൊക്കെ മനസ്സിലാകുന്നുണ്ടോ? അനേക കുടുംബങ്ങൾ എരിവരിക്കൊള്ളുകയാണ്. കയ്പ് കുടിച്ചത് വശം കെട്ട് ജീവിക്കുകയാണ്. കയ്പ് യാതനയേറ്റ് പിടയുകയാണ്. എന്നാൽ ഇന്ന് അതിനൊരു അറുതി വരുത്തണം. ഇന്ന് നമുക്ക് അതിന് അവസാനം വരുത്തണം. കയ്പ് മാറ്റുന്ന ക്രിസ്തുവിനെ നിങ്ങൾ സ്വീകരിക്കണം. നമുക്ക് വേണ്ടി കയ്പ് കാടി കൊടുത്ത ക്രിസ്തുവിനെ നാം സ്വീകരിക്കണം. നമുക്ക് വേണ്ടി കുരിശിന്മേൽ കിടന്നുകൊണ്ട് ഈ ദാഹിക്കുന്നു എന്ന് പറഞ്ഞ് കഴിഞ്ഞ കർത്താവായ യേശുവിനെ നിങ്ങൾ ഹൃദയത്തിലേക്ക് സ്വീകരിക്കണം. അവൻ എനിക്ക് വേണ്ടിയാണ് കയ്പ് കുടിച്ചത്. എൻ്റെ കയ്പ് മാറ്റുവാനാണ് അവൻ കയ്പ് കുടിച്ചത്. എൻ്റെ കയ്പ് മാറ്റുവാനാണ് കയ്പുള്ള ചൊറുക കുടിച്ചത്. എൻ്റെ കർത്താവേ, നീ അത് കുടിച്ചത് എനിക്ക് സ്നേഹം തരാനാണ്, എനിക്ക് മധുരം തരാനാണ്. ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് കർത്താവേ, എൻ്റെ സകല പാവവും നീ ഏറ്റെടുത്ത് ഞാൻ വിശ്വസിക്കുന്നു. ഇന്നു മുതൽ നാഥ, ഞാൻ നിൻ്റെ വകയായി ഞാൻ ജീവിക്കും. ദൈവമക്കളെ, നിങ്ങൾക്ക് തീരുമാനിക്കാൻ പറ്റുമോ? ദൈവത്തോട് വാക്ക് പറയാൻ പറ്റുമോ? കർത്താവേ, ഇന്നു മുതൽ ഞാൻ പുതിയ മനുഷ്യനായി ജീവിക്കും. ഇതുവരെ ജീവിച്ചതുപോലെ ആയിരിക്കില്ല. സ്നേഹമുള്ള ജീവിതം ഞാൻ നയിക്കും. വിശ്വാസമുള്ള ജീവിതം ഞാൻ നയിക്കും. വിശുദ്ധിയുള്ള ജീവിതം ഞാൻ നയിക്കും. കർത്താവേ, ഞാൻ വീടിന് ഒരു അഭിമാന പാത്രമായി തീരും. എൻ്റെ മക്കൾക്ക്, എൻ്റെ മാതാപിതാക്കൾക്ക് ഞാൻ അഭിമാനഭാജനമായി തീരും. നിങ്ങൾ തീരുമാനിക്കാമോ? എൻ്റെ മാതാപിതാക്കൾക്ക് ഞാൻ എന്നും അഭിമാനപാത്രമായി തീരും. ദൈവത്തിന് സ്തോത്രം. ഞാൻ മുഖാന്തരം ആരും വേദനിക്കാൻ ഇടവരുത്തുകയില്ല. ആരെയും നൊമ്പരപ്പെടുത്തരുത്, ആരെയും വേദനിപ്പിക്കരുത്. ഒരു വാക്ക് കൊണ്ടുപോലും ആരെയും വേദനിപ്പിക്കരുത്. എല്ലാം മൃദുല വാക്കുകളായിരിക്കട്ടെ, മധുര വാക്കുകളായിരിക്കട്ടെ, സ്നേഹമുള്ള വാക്കുകളായിരിക്കട്ടെ. ഗൗരവമായ കാര്യങ്ങൾ പറയുമ്പോൾ പോലും നിങ്ങളുടെ ഹൃദയത്തിൽ സ്നേഹം ഇങ്ങനെ ഉണർന്നുകൊണ്ടിരിക്കട്ടെ. സ്നേഹമുള്ള ജീവിതം. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ഇന്ന് ഈ മഹാഭാഗ്യത്തിലേക്ക് കർത്താവ് നിങ്ങൾ ക്ഷണിക്കുകയാണ്. കർത്താവ് വിശാലമായൊരു മുറി തുറന്നിട്ട് കർത്താവ് പറയുന്നു, നിങ്ങളിനി അന്യരായി പോകണ്ട, നിങ്ങളെൻ്റെ സ്വന്തം മക്കളാണ്, അകത്തേക്ക് വരിക. വിശാലമായൊരു മുറി കർത്താവ് തുറന്നു വെച്ചിരിക്കുന്നു. വളരെ വിശാലമായ മുറി.
കർത്താവ് അവർ നോക്കുമ്പോൾ ആ വാതിൽ നോക്കുമ്പോൾ ഒന്നും കാണുന്നില്ല. എന്നാൽ ഒരകത്ത് കടന്നപ്പോഴാണ് അയ്യോ ഇതാണോ ഈ മുറി, അതിമനോഹരമായ മുറി, അലങ്കരിച്ചുള്ളൊരു മുറി, അത്യന്തം വിളങ്ങുന്ന തിളങ്ങുന്ന മുറി, എൻ്റെ കർത്താവേ എനിക്ക് വേണ്ടി നീ ഒരുക്കിയിരിക്കുന്നത് ഇതാണോ എനിക്ക് വേണ്ടി ഒരുക്കുന്ന ഭവനം. ദൈവത്തിന് സ്തോത്രം. അത്ഭുതപ്പെടും. നിങ്ങൾ തിരിഞ്ഞ് പുറകോട്ട് നോക്കിക്കൊണ്ട് പിന്നെ വാതിൽ നിൽക്കൊണ്ട് പറയും വേറെ കയറിക്കോ, ഇത് മനോഹരമായ മുറിയാണ്, ഈ മുറി അത്യന്തം സുന്ദരമാണ്, മനോഹരമാണ്, ഇത് നല്ല അലങ്കൃതമായ മുറിയാണ്, ഇത് ജീവിക്കാൻ പറ്റിയ മുറിയാണ്. നമ്മുടെ കർത്താവ് നമ്മൾ ക്ഷണിച്ചിരിക്കുന്ന ഈ മുറിയിലേക്കാണ്. നാം നരകാഗ്നിയിലേക്ക് പോകണ്ട, നരകത്തീയിലേക്ക് പോകണ്ട, നരകത്തീയിൽ വെന്തെരിയണ്ട, പിശാചിൻ്റെ കളിപ്പാട്ടമായി തീരണ്ട. നമുക്ക് വരാം യേശുവിൻ്റെ അരിയിലേക്ക്, ഓടി വരിക. അതാണ് സുവിശേഷ വേല. മറ്റുള്ളവരെയും വിളിക്കുന്നു. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. സഹോദരങ്ങളെ, നിങ്ങളെന്ത് പറയുന്നു? നിങ്ങൾക്ക് യേശുവിനെ വേണമോ? യേശുവിനെ നിങ്ങൾക്ക് വേണമോ? യേശുവിൻ്റെ അടുത്ത് വന്നിട്ടുണ്ട്. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. യേശുവിൻ്റെ അരികത്തോട് നടക്കുന്നുണ്ട്, മന്ദം നടക്കുന്നുണ്ട്. നിങ്ങളുടെ വേദന മാറ്റാൻ വന്നിട്ടുണ്ട്, കയ്പ് മാറ്റാൻ വന്നിട്ടുണ്ട്, കയ്പ് മാറ്റി മധുരം തരാൻ യേശു വന്നിട്ടുണ്ട്, മധുരം തരാൻ വന്നിരിക്കുന്നു. ഹല്ലേലൂയ, മധുരം തരാനായി യേശു വന്ന് നിൽക്കുന്നു. നല്ലവനായ യേശുവിനെ നിങ്ങൾക്ക് ഒന്ന് എതിരേൽക്കാമോ? യേശുവേ കടന്നു വരണമേ, യേശുവേ എഴുന്നള്ളി വരണമേ, ഈ സാധു മനുഷ്യൻ്റെ ഹൃദയത്തിലേക്ക് എൻ്റെ നാഥ നീ എഴുന്നള്ളി വരണമേ. എൻ്റെ യേശുവേ നീ എൻ്റെ ഹൃദയത്തിലേക്ക് വരണമേ, എൻ്റെ നശിച്ചു പോയ ജീവിതത്തിലേക്ക് നീ എഴുന്നള്ളി വരണമേ, സകലവും തകർത്ത് കളഞ്ഞ ജീവിതത്തിലേക്ക് എഴുന്നള്ളി വരണമേ. ശരീരത്തിൻ്റെ ഓരോ അവയവവും പാവത്തിന് വിട്ടുകൊടുത്ത ഈ മനുഷ്യൻ്റെ ഹൃദയത്തിലേക്ക് നീ എഴുന്നള്ളി വരണമേ. ഓരോ അവയവം കൊണ്ടും പാപം ചെയ്ത് തഴമ്പിച്ചു പോയ ഈ ദുഷ്ടമനുഷ്യൻ്റെ ഹൃദയത്തിലേക്ക് യേശുവേ നീ എഴുന്നള്ളി വരണമേ. പ്രാർത്ഥിക്കൂ പ്രിയപ്പെട്ടവരെ. എല്ലാ പാപവും പരിഹരിക്കും, എല്ലാ പാപവും ക്ഷമിക്കും, എല്ലാ പാപവും യേശുക്രിസ്തുവിന്റെ രക്തത്താൽ മോചിച്ചു തരും, എല്ലാം ക്ഷമിച്ച് കഴിയിത്തരും. പ്രിയപ്പെട്ടവരെ, ഒരു പുതിയ ജീവിതം തരും. അതാണ് സ്വർഗീയ ജീവിതം. അത് ഈ ഭൂമിയിൽ തുടങ്ങണമെന്നാണ് പറഞ്ഞത്. അത് മരിച്ചതിന് ശേഷമല്ല, ഈ ഭൂമിയിൽ സ്വർഗം തുടങ്ങണം. ഈ ഭൂമിയിൽ സ്വർഗം തുടങ്ങിയില്ലെങ്കിൽ മരിച്ചതിന് ശേഷം സ്വർഗം കിട്ടുകയില്ല. ഈ ഭൂമിയിൽ നിങ്ങൾ സ്വർഗം തുടങ്ങണം. സന്തോഷവും സമാധാനം നിറഞ്ഞ ഒരു അനുഗ്രഹീതമായ ജീവിതം ഇവിടെ നിങ്ങൾ തുടങ്ങുക. ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. നമുക്ക് നമ്മുടെ തലകളെ വണക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിന് സ്തോത്രം. കാരുണ്യവാനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ മനോഹരമായ സമയത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, ഞങ്ങൾ നിന്നെ സ്തോത്രം ചെയ്യുന്നു. അവിടെ നിങ്ങളുടെ മധ്യത്തിൽ തന്നെ ഉള്ളതിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഓരോരുത്തരും അരികത്തുകൂടി അവിടുന്ന് വന്ന് നടക്കുന്നതിനായി ഞങ്ങൾ സ്തുതിക്കുന്നു. എല്ലാവരെയും അവിടുന്ന് കാണുന്നുവല്ലോ, എല്ലാവരെയും അവിടുന്ന് സ്നേഹിക്കുന്നുവല്ലോ. തീരുമാനമെടുത്തവരുടെ മേൽ തർക്കരം വെക്കണമേ, അവരുടെ കയ്യിൽ അവിടുന്ന് കയറി പിടിക്കണമേ. നാഥ, ഇന്നു ദേശത്തിന് വേണ്ടി ജീവിക്കുവാനുള്ള പുതിയ അനുഗ്രഹവും പുതിയ ശക്തിയും പ്രാപിക്കണമേ. എല്ലാവരുടെയും മേൽ നിൻ്റെ അത്ഭുതകരമ പകരണമേ, അനുഗ്രഹിക്കണമേ. രണ്ടാമത്തവരിന് വേണ്ടി ഒരുക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേൾക്കണമേ. ആമീൻ.